ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ലെമൺ മിൻറ്റ് സ്ക്വാഷാണ്. ചൂടുകാലത്ത് പെർഫെക്റ്റ് ആയിരിക്കും. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വാഷ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കാം, കുടിക്കാം. അത്രയേ ഉള്ളൂ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, ഈക്വൽ പ്രൊപ്പോർഷനിൽ. ഓക്കെ, അതായത് 1 കപ്പ് നാരങ്ങാ നീരാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 നൂൽ പരുവാക്കിയിട്ട് എടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ 1 കപ്പ് മിൻറ്റ് ലീവ്സ്, പുതിന ഇല അരച്ചെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഈ സീൻ കാണുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തോന്നിയെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ മറ്റേ കല്യാൺ രാമനിലെ കറിവേപ്പില നുള്ളി കളിക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് മാക്സിമം സ്റ്റെമ്മൊക്കെ മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. മാക്സിമം പോയാൽ 1-2 ടേബിൾ സ്പൂണേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം വേണ്ട. നമുക്കതിൻ്റെ കോൺസെൻട്രേഷനാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ 1 കപ്പ് നാരങ്ങാ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അതിലേക്ക് ഞാൻ ഇത് അരിച്ചിട്ട് നമ്മുടെ മിൻറ്റ് ലീവ്സിൻ്റെ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കളറ് ചേഞ്ച് ആവും. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. 1 നുള്ളി പരവും ആയി. അല്ലാതെ നമുക്ക് ഒരു ടെസ്റ്റ് കൂടെ ചെയ്യാൻ പറ്റും. ഇതേപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ഉയർത്തി നോക്കുകയാണെങ്കിൽ വിത്തിൻ 4 to 5 സെക്കൻഡ്സ് നാരങ്ങ നീര് സീസാവും. ഒരു ഹാർഡ് ബോൾ സ്റ്റേജോ സോഫ്റ്റ് ബോൾ സ്റ്റേജൊക്കെ ആകും. അപ്പോൾ അതാണ് ഏകദേശം നമ്മുടെ 1 നൂൽ പരുവം എന്ന് പറയുന്നതും. അപ്പോൾ ആ സമയത്തിൽ നമ്മൾ തീ കുറച്ചിട്ട് നമ്മുടെ നാരങ്ങ മിൻറ്റ് സ്ക്വാഷിൻ്റെ എസൻസ് ഇല്ലേ നമ്മൾ എടുത്ത് വെച്ചത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്തെങ്കിലും ജലാംശം വല്ലതും ഉണ്ടെങ്കിൽ, കാരണം കുറച്ച് ദിവസം ഇരിക്കേണ്ടതായതുകൊണ്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. തിളപ്പിക്കരുത് കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. കാരണം ആ മിൻറ്റിൻ്റെ ഫ്ലേവറൊന്നും പോകാൻ പാടില്ല. പിന്നെ ഒഴിക്കുമ്പോൾ ഞാൻ ചെയ്ത മാതിരി പുറത്തൊന്നും ആവാതെ മാക്സിമം പാത്രത്തിൽ തന്നെ ഇടാൻ നോക്കുക. നല്ലോണം ചൂടാറിക്കഴിഞ്ഞാൽ ഒരു കുപ്പിയിലാക്കി, നല്ല വൃത്തിയുള്ള ഒരു കുപ്പി ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഏകദേശം ഒരു 1-1.5 മാസമായി ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇതിന് മുന്നേയും ഞാൻ ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, ലിങ്ക് കൊടുക്കാം. ചൂടുകാലത്ത് പെർഫെക്റ്റ് ആണ് കേട്ടോ ഇത്. ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സോ പിന്നെ ബാക്കിയുള്ള ഫ്ലേവറിങ്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതൊന്നുമില്ലെങ്കിലും നമുക്ക് ഈ ഒരു 1-2 ടേബിൾ സ്പൂൺ എടുക്കുക, ഗ്ലാസ്സിലിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, കുടിക്കുക. എന്തൊരു ആശ്വാസം അറിയോ ഈ ചൂടുകാലത്ത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. കാരണം ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പമല്ലേ. ബൈ.